ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എളുപ്പത്തിൽ ബീഫ് കറി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം നല്ല ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. ആദ്യം ഞാൻ കുറച്ച് കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള പുതിനയില ഞാൻ ഇച്ചിരി ഏറെ എടുക്കുന്നുണ്ട്. കാര്യം ഇവിടെ പുതിനയിലയുടെ ടേസ്റ്റ് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഏറെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫിനകത്തേക്ക് ചേർക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ചില്ലി പൗഡറൊക്കെ ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് എരിവ് കൂടിക്കഴിഞ്ഞാൽ കഴിക്കുകയില്ല, അതുകൊണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നീട് ഗരം മസാലപ്പൊടി, പിന്നീട് കുറച്ച് ഉപ്പ് നമ്മൾ കുറച്ച് നേരത്തെ ചേർത്തു. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളിപ്പഴം, പിന്നെ നമ്മുടെ ഈ മസാലക്കൂട്ടിലൊക്കെ കിട്ടുന്ന പട്ട, പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം, വെളിച്ചെണ്ണ ചേർക്കരുത്. സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കണം. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഞാൻ മല്ലിയില, പുതിനയില, കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. പിന്നീട് നമ്മളത് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളത് കുക്കറിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് കുക്കറിൽ ഒരു 8 വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളം അധികം ചേർക്കരുത്. നമ്മൾ ബീഫ് മിക്സ് ചെയ്ത് വെച്ച് അത് കഴുകിയ വെള്ളം കുറച്ച് മാത്രമേ ചേർക്കാവൂ. പിന്നെ നമ്മൾ ഇത് കുക്കറിൽ വെച്ചു, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറവിടുകയാണ്. വറവിനകത്ത് കരിവേപ്പില, കൊച്ചുള്ളി, ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണക്കമുളക് കൂടെ മുറിച്ചിടുന്നുണ്ട്. ഇത് നന്നായിട്ട് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ കുക്കറിൽ നമ്മുടെ ബീഫ് തയ്യാറായിട്ടുണ്ട്, അതിനകത്തേക്ക് ഒഴിച്ച് പിന്നീട് ഞാൻ അതിനകത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇടുന്നുണ്ട്, ഒരു ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യാം. എന്നിട്ട് ഇത് ആവശ്യത്തിനനുസരിച്ച് പറ്റിച്ചെടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം, അടിപൊളി.